3 ലോകത്തും സന്തോഷവും സമാധാനവും കളിയാടിയിരുന്ന കാലത്ത് മഹിഷാസുരൻ എന്ന ഒരു ദുഷ്ടാസുരൻ ഉയർന്നു വന്നു. മഹിഷാസുരൻ ഘോര തപസാൽ ബ്രഹ്മദേവനെ പ്രത്യക്ഷനാക്കി. ദേവന്മാരാൽ വധിക്കപ്പെടില്ലെന്നുള്ള വരം മഹിഷാസുരൻ നേടി. അതിശക്തനായി മാറിയ മഹിഷാസുരൻ ഭൂമിയിലാകെ നാശം വിതച്ചു. നീ ദേവകളെ മാത്രമേ വന്ദിക്കുകയുള്ളൂ എന്നോ? കീഴമേ, എന്റെ കാലിൽ തൊട്ടു തൊഴാൻ. ഇല്ല, ഞാൻ ആ പാപം ചെയ്യില്ല. എങ്കിൽ മരിക്കൂ. മഹിഷാസുരൻ ദേവലോകവും വെറുതെ വിടില്ലെന്ന് ദേവന്മാർക്ക് മനസ്സിലായി. മഹിഷാസുരനെ പ്രതിരോധിക്കാൻ തങ്ങൾ ശക്തരല്ലെന്ന് ദേവന്മാർക്ക് അറിയാമായിരുന്നു. നാരദമുനി അവരെ സഹായിക്കാൻ മുമ്പോട്ട് വന്നു. നാരായണ നാരായണ, 33 കോടി ദേവന്മാരുടെയും തേജസ്സും ഓജസ്സും ചേർത്ത് ഒരു ദേവിയെ സൃഷ്ടിക്കുക. ആ ദേവിക്ക് മഹിഷാസുരനെ അടിയറവ് പറയിക്കാൻ കഴിയും. നാരായണ നാരായണ. ഇപ്രകാരം നാരദമുനിയുടെ വാക്കുകൾ കേട്ട ദേവന്മാർ അതിനു തയ്യാറായി. വളരെ തേജോമയിയായ ഒരു ദേവി പ്രത്യക്ഷയായി. അവർ ആ ദേവിയെ ചണ്ഡികാദേവി എന്ന് വിളിച്ചു. ചണ്ഡികാദേവി തൻ്റെ അവതാരോദ്ദേശം പൂർത്തീകരിക്കാൻ യാത്രയായി. അഹങ്കാരത്താലും നാണക്കെടാലും ജ്വലിച്ച മഹിഷാസുരൻ ദേവിയെ കീഴ്പ്പെടുത്താൻ പുറപ്പെട്ടു. മഹിഷാസുരന്റെ പടയാളികളും മഹിഷാസുരന്റെ ഒപ്പം കൂടി. ദേവിയുമായുള്ള ഘോര യുദ്ധത്തിൽ പടയാളികൾ ഓരോരുത്തരായി നിലംപതിച്ചു. മഹിഷാസുരൻ മാത്രമായി. എന്റെ ചേട്ടൻ, ഇദ്ദേഹത്തിന് ഈ ഗതി വരുത്തിയ ദേവഗണങ്ങളെ ഞാൻ വിടില്ല. സത്യം, സത്യം. ഈ കർഷകൻ നീതി അർഹിക്കുന്നു. കർഷകനാണ് ഈ രാജ്യത്തെ രാജാവിനേക്കാൾ ശ്രേഷ്ഠൻ. ഓർത്തോളൂ. നന്ദി മഹാരാജൻ, നന്ദി. മന്ത്രി ചക്രപാണി, ഇനി ഈ തരത്തിലുള്ള പരാതികൾ ഉണ്ടാകാതെ താങ്കൾ നോക്കണം. അടിയൻ മഹാരാജൻ. ഹോ, ഇത്ര നീതിമാനായ ഒരു രാജാവ് നമ്മുടെ കേട്ടറിവിൽ പോലുമില്ല. ശരിയാ. തലമുറകൾക്ക് മുമ്പ് ചോളപാണ്ഡ്യ യുദ്ധത്തിൽ മധുരയിൽ നിന്ന് ഓടിവന്ന പാണ്ഡ്യരാജാവിന് ഇവിടെ അഭയം നൽകുമ്പോൾ ആരും നിരീക്ഷിച്ചില്ല സ്വന്തം ഭൂമി പോലെ പന്തളത്തെ അവർ പരിപാലിക്കുമെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ കാലശേഷം ആരാവും ഈ പന്തളം ഭരിക്കുന്നത്? ഓർത്തിട്ട് സഹിക്കുന്നില്ല. ഒരു കുഞ്ഞിക്കാല് കാണാൻ അർജുനയും മഹാറാണിയും ദൈവം അനുഗ്രഹിച്ചാൽ മതിയായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ പദ്ധതികൾ പൊളിയുകയാണല്ലോ വൈദ്യരെ. ക്ഷമിക്കൂ മഹാമന്ത്രി. ഓ അല്ല,
മഹാരാജൻ. താൻ ആളെ കളിയാക്കുകയാണോ? ഏയ്! പിൻഗാമികളില്ലാത്ത രാജാവിന്റെ കാലശേഷം ആരാ നമ്മുടെ അരജൻ? കുമാരന്മാർ ഉണ്ടാകാതിരിക്കാനുള്ള മരുന്ന് അമ്മ മഹാറാണിക്ക് യഥാവിധി നൽകുന്നില്ലേ? പിന്നല്ലാതെ അന്തപുരം പാചകക്കാരൻ നമ്മുടെ ആളല്ലേ. രാജാവാകുമ്പോ അടിയനെ മറക്കരുത്. മന്ത്രിസ്ഥാനം. തീർച്ചയായും. ഇത്രയും ബുദ്ധിമാനായ ഒരാളെ നാം വേണ്ടെന്ന് വെക്കുവോ? കുട്ടികളുണ്ടാവാത്ത ഈ ഉള്ളവളെ ഉപേക്ഷിച്ച് രാജൻ മറ്റൊരു വിവാഹം കഴിക്കണം. അരുത് മഹാറാണി, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അങ്ങയുടെ കാലശേഷം ഈ പന്തളം ദേശം ആര് ഭരിക്കും പ്രഭു? നാടും നാട്ടാരും ഈ ഉള്ളവൾ കാരണം അനാഥമാവൂല്ലോ നാഥ. പ്രിയേ, ഈശ്വരൻ നമ്മെ കൈവടിയുകയില്ല. എത്ര കാലം കൊണ്ട് നാം ഉള്ളുരുകി പ്രാർത്ഥിക്കുക. യഥാർത്ഥ ഭക്തരെ ദൈവം കൈവടിയുകയില്ല. കേഴുമെൻ പ്രാണനിന്നൊരു വരം നൽകുമോ? നിൻ കൃപാലോചനം അടിയനിൽ പതിയുമോ? ഡമരുവിൽ ഉണരുമാ സ്പന്ദനം ജീവനം, മന്ദഹാസങ്ങളോ ചന്ദ്രസമ്മോഹനം. ഈ മണൽ താരയിൽ പൂവിതൾ വിതറുമോ? പൂവിതൾ കുഞ്ഞുകാൽ മുദ്രയായി മാറുമോ? ശങ്കരം ശങ്കരം ശാശ്വതം. ഓം നമോ ശങ്കരം ശങ്കരം ശാശ്വതം. ചിത്തനൊരു വരമേകിടേണമിനി ഹരിരൂപകാന്തിയിൽ ശിശുകളീബരം കണി കാണണം പ്രഭോ. മിഴി നിറക്കീണമിൻ ദേവദേവനേ, ഒരു സാമഗാനമായി ഒരു താരകത്തിനെ വിരിയിക്കു ജീവനിൽ. ദേവദേവം ഭജേ ദേവനാരായണം. ദേവദേവം ഭജേ വാസുദേവം ഭജേ. ദേവദേവം ഭജേ ദേവനാരായണം. ദേവദേവം ഭജേ വാസുദേവം ഭജേ. മഹിഷിയുടെ കഠിന തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മാവ് മഹാവിഷ്ണുവാലും മഹാദേവനാലും വധിക്കപ്പെടില്ല എന്ന വരം മഹിഷിയുടെ ആഗ്രഹപ്രകാരം നൽകി. എന്റെ പ്രിയ ജ്യേഷ്ഠന്മാരെ വധിച്ച ദേവന്മാരെ ഇനി ആര് രക്ഷിക്കുമെന്ന് എനിക്കറിയണം. എന്റെ പക തീർക്കാൻ തുടങ്ങുകയായി. ദേവന്മാരെക്കാൾ ശക്തയായ മഹിഷി അഹങ്കാരത്താൽ മതിമറന്ന് ലോകം മുഴുവൻ ഭീകര താണ്ഡവമാടി. സഹോദരന്റെ മരണത്തിന് പകവീട്ടാൻ മഹിഷി ദേവലോകവും ആക്രമിച്ചു. ദേവന്മാർ ഭയന്നോടി. ഇന്ദ്രനും ദേവന്മാരും
ത്രിമൂർത്തികളെ അഭയം പ്രാപിച്ചു. വരലബ്ധിയാൽ ശക്തയായി തീർന്ന മഹിഷിയെ തോൽപ്പിക്കാൻ ത്രിമൂർത്തികൾക്കും കഴിയുമായിരുന്നില്ല. ബ്രഹ്മദേവന്റെ വരത്താൽ അവൾ അജയ്യായി തീർന്നിരിക്കുകയാണ്. മഹാദേവന്റെയും എന്റെയും ശക്തിയും തേജസ്സും ഓജസ്സും ചേർന്നാൽ മഹിഷിയെ നിലംപരിശാക്കാൻ സാധിക്കും. നമ്മളിലുണ്ടാകുന്നൊരു പുത്രന് മാത്രമേ മഹിഷിയെ ഇല്ലാതാക്കി ഭൂമിയെയും ദേവലോകത്തെയും രക്ഷിക്കാൻ കഴിയൂ. മഹാവിഷ്ണു വിചാരിക്കുന്നത് പോലെ. ഹര ഹര മഹാദേവ ഹര ഹര മഹാദേവ ഹരി ഓം മഹാദേവ ഹര ഹര മഹാദേവ ഹരി ഓം മഹാദേവ ഹര ഹര മഹാദേവ ഹരി ഓം. അങ്ങനെ അതീവ ചൈതന്യവാനായ സാക്ഷാൽ അയ്യപ്പൻ ഭൂജാതനായി. ഹരിഹരപുത്രൻ ഹരിഹരപുത്രൻ. ദേവ, നമ്മുടെ ഈ കുഞ്ഞിനെ ആരാണ് വളർത്തുക? നാം ഇരുവരുടെയും ഭക്തരായ പന്തളം രാജാവും പത്നിയും ഒരു കുഞ്ഞിനായി ഉള്ളുരുകി പ്രാർത്ഥിച്ചു കഴിയുകയാണ്. ഈ ദിവ്യനായ കുഞ്ഞിനെ രാജകീയമായി അവർ വളർത്തും. നമുക്ക് ഹരിഹരപുത്രനായ അയ്യപ്പനെ അവർക്ക് കൈമാറാം. നമുക്ക് ആ പന്തളം രാജാവിനെ അങ്ങ് വധിച്ചാലോ വൈദ്യരെ? ഇത് നല്ല കൂത്ത്. എന്തായി പറയുന്നത് മഹാമന്ത്രി? കാത്തുകാത്തിരുന്നങ്ങ് മടുത്തു. ഇപ്പൊ നാം എന്തെങ്കിലും അവിവേകം ചെയ്താൽ പന്തളത്തെ ജനം നമ്മെ വെറുതെ വിടില്ല. അവറ്റകൾ രാജാവിന് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറാ. ഓർത്തോ? വൈദ്യര് പറഞ്ഞതിലും കാര്യമുണ്ട്. കണ്ട പാണ്ഡ്യരാജ്യത്തു നിന്ന് ഒളിച്ചോടിയവരെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വാഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഓ, ശബ്ദം താഴ്ത്തി പറയൂ. ചാരന്മാരെ പേടിക്കണമല്ലോ. എന്ത് ചാരന്മാർ? സ്വർണം കൈപ്പറ്റിയ എല്ലാവന്മാരും നമ്മുടെ പക്ഷത്താ. ചാരന്മാർ വെറും ചാരം. ഇന്നലെ രാത്രി മന്ത്രി എവിടെയായിരുന്നു? അത് പിന്നെ ഞാൻ ഉദയനൻ അംഗപുരം കൂട്ടുന്നതായി അറിഞ്ഞു. അതിന്റെ നിജസ്ഥിതി തപ്പി ഇറങ്ങിയതാ. അവനെ, ആ ഉദയനൻ എന്ന കൊള്ളക്കാരനെ നാം എത്ര പ്രാവശ്യം തോൽപ്പിച്ചു വിട്ടിരിക്കുന്നു. ഞാൻ കേട്ടത് അവൻ പന്തളം ആക്രമിക്കാൻ അംഗപുരം കൂട്ടുന്നെന്ന. ജാഗ്രത വേണം. അവൻ മുറിവേറ്റ പുലിയാണ്. ഞാനും എന്ത്? അല്ല, ഞാനും അങ്ങനെ തന്നെ നിരീതിക്കുന്നുവെന്ന്. ഇതാര് വറീതോ? എന്താണ് ആഗമന ഉദ്ദേശം? ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. കാട്ടുപന്നിയുടെയും മറ്റു വന്യജീവികളുടെയും ശല്യം നാട്ടിലേറി വരുന്നു. കൃഷിയെല്ലാം അവറ്റകൾ നശിപ്പിക്കുന്നു രാജൻ. വറീത് വിഷമിക്കണ്ട. വേണ്ടത് നാം ചെയ്യാം. പിന്നെ കൃഷിയിടത്തിലും ഗ്രാമങ്ങളിലും നല്ല വേലി തീർക്കാൻ ഏർപ്പാടാക്കുക. പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഖജനാവിൽ നിന്ന് വാങ്ങിച്ചോളൂ. നന്ദി അടിയൻ. വനദേവതകളുടെ അനുവാദത്താൽ നമുക്ക് വേട്ട ആരംഭിക്കാം. മൃഗങ്ങളെ വിരട്ടി ഉൾവനത്തിലേക്ക് അയക്കുകയേ ചെയ്യാവൂ. കൊല്ലരുത്. ശരി മഹാരാജൻ. ശബരിയുടെയും ശ്രീരാമന്റെയും സ്പർശത്താൽ പുണ്യമായ പമ്പാനദീതീരത്ത് തന്നെ വിശ്രമിക്കാം. ഈ ശീതള ഛായയിൽ കൂടാരമൊരുക്കൂ. അങ്ങയുടെ തിരുവുള്ളം പോലെ മഹാരാജൻ.
ഒരു കുഞ്ഞ്. ഭഗവാനെ, ഈ ഉള്ളവനെ അങ്ങ് പരീക്ഷിക്കുകയാണോ? ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ എവിടെ? കുഞ്ഞുങ്ങളില്ലാതെ അലയുന്ന ഈ ഉള്ളവന് ഭഗവാന്റെ ദാനമോ ഈ കുഞ്ഞ്? വേണ്ട, ഇവനെ നാം ആഗ്രഹിച്ചുകൂടാ. ഇവന്റെ മാതാപിതാക്കൾ ഈ കാട്ടിൽ എവിടെയെങ്കിലും കാണും. ഹേ, നീതിധർമ്മങ്ങൾക്ക് പേരുകേട്ട മഹാരാജൻ, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? മഹാരാജൻ, ഒരു പിഞ്ചു കുഞ്ഞിനെ കാട്ടിലുപേക്ഷിച്ചു പോകാൻ അങ്ങേക്ക് എങ്ങനെ തോന്നി? കഷ്ടം. അത് ഞാൻ ഈ കുട്ടി നീതിമാനായ അങ്ങ് പാപിയാകാൻ പാടില്ല. രാജൻ, ഈ കുഞ്ഞിനെ അങ്ങ് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വളർത്തണം. ഈ ചൈതന്യവാനായ കുഞ്ഞ് ആരാണ്? ആരുടെയാണ്? അതെല്ലാം 10-14 കൊല്ലം കൊണ്ട് അങ്ങേക്ക് അറിവുള്ളതാകും. നന്ദി ബ്രാഹ്മണ ശ്രേഷ്ഠ, നന്ദി. ഇവന്റെ പേരുകൂടി അങ്ങ് മൊഴിഞ്ഞാലും. അവന്റെ കണ്ഠത്തിലെ സ്വർണമണിമാല കണ്ടില്ലേ? ഇവന് യോജിക്കുന്ന പേര് മണികണ്ഠൻ എന്ന് തന്നെ. മണികണ്ഠൻ, 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 മണികണ്ഠൻ. ശംഭോ മഹാദേവ, ഇതവിടുത്തെ മായയല്ലാതെ മറ്റൊന്നല്ല. പുത്രന്മാരില്ലാത്ത ദുഃഖത്താൽ ഖിന്നനായ എന്നെ അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ ഭഗവാനെ. ഉദിച്ച സൂര്യനാണോ, ഉരുക്കു തങ്കമാണോ, പിറന്ന പുണ്യരൂപൻ പ്രഭാമയൻ? വിളക്കു വച്ചതാണോ, വിശിഷ്ട പുഷ്പമാണോ, വിരുന്നു വന്ന ദേവൻ മനോഹരൻ? അനേക നാൾ കൊതിച്ചൊരി മുഖാരവിന്ദ ദർശനം. ഓ മനോഭിരാമരമ്യ രൂപ ദിവ്യ ദർശനോത്സവം. സ്വാമിയേ, ഉദിച്ച സൂര്യനാണോ, ഉരുക്കു തങ്കമാണോ, പിറന്ന പുണ്യരൂപൻ പ്രഭാമയൻ? കുഞ്ഞുപാദപത്മമുദ്ര പൂത്ത പൂഴി എത്ര സുന്ദരം, നിത്യസുന്ദരം. എങ്ങുമെങ്ങും ഉൾപ്രമോദമായി മോദമായി, മണ്ണിലാകെ ഇന്ദ്രചാപമായി. ഓ പന്തള രാജ്യമഖിലമൊരു നിർവൃതി ചൂടി, മുകുളിത ഹൃദയമഖിലമൊരു കാകളി പാടി. പന്തള രാജ്യമഖിലമൊരു നിർവൃതി ചൂടി, മുകുളിത ഹൃദയമഖിലമൊരു കാകളി പാടി. ഉദിച്ച സൂര്യനാണോ, ഉരുക്കു തങ്കമാണോ, പിറന്ന പുണ്യരൂപൻ പ്രഭാമയൻ? പ്രഭാമയൻ, പ്രഭാമയം പ്രകാശിതം മയൂഖവേന്ദ്രമേ, സുമോഹനം സുശോഭനം അവർണ്ണനീയം. പ്രഭാമയം പ്രകാശിതം മയൂഖവേന്ദ്രമേ, സുമോഹനം സുശോഭനം അവർണ്ണനീയം. പ്രഭാമയം പ്രകാശിതം മയൂഖവേന്ദ്രമേ, സുമോഹനം സുശോഭനം അവർണ്ണനീയം. നമ്മുടെ മനോകാമനകളെല്ലാം പൊളിഞ്ഞല്ലോ വൈദ്യരെ. ആ കാട്ടുചൊക്കൻ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി. വിഷമിക്കാതെ തിരുമനസേ, നമ്മൾ ഒരു വഴി കാണും. ഈ കൊട്ടാരം വിടാനുള്ള വഴിയാവരുത്. അങ്ങനെ പറയാതെ. നാളെ രാജ്യം ഭരിക്കേണ്ട അങ്ങ് ഇങ്ങനെ അധൈര്യവാനാകരുത്. എനിക്ക് ചില പദ്ധതികൾ തോന്നുന്നുണ്ട്. കുമാര, ഈ മാതാവിനെ എങ്ങനെയിട്ട് ഓടിക്കാതെ? മതി മണിയണ്ട, ഞാൻ തളർന്നു.
റാണി എന്തായി കാട്ടുന്നത്? ഇങ്ങനെ കിടന്ന് ഓടാതെ. ഉദരത്തിലൊരു കുഞ്ഞുണ്ടെന്ന് മറക്കരുത്, സൂക്ഷിക്കണം. കുമാരൻ വലിയ കുസൃതിയാ. നിദ്രയ്ക്കുള്ള സമയമായി കുമാര. അവിടുത്തെ ആജ്ഞ പോലെ. മണികണ്ഠ, എന്നോടൊപ്പം കിടക്കാം. വേണ്ട മാതാശ്രീ, കുറെ കഴിഞ്ഞാൽ ഗുരുകുലത്തിൽ പോകേണ്ടതല്ലേ. അപ്പോ ഇപ്പോഴേ ഒറ്റയ്ക്ക് കിടന്ന് ശീലിക്കുന്നത് നല്ലതാ. കുഞ്ഞാണെങ്കിലും കുമാരന്റെ ചിന്തകളെല്ലാം പക്വതയാർന്നതാ. മഹാരാജനെ കാണുമ്പോ മാത്രം, അല്ലാത്ത പക്ഷം കുറുമ്പിനൊരു കുറവുമില്ല. ഒരു പീറ കാട്ടുചക്കനെ കൊല്ലാൻ വയ്യാതെ വന്നിരിക്കുന്നു. അനന്തനെ കണ്ടത്രേ. നാണമില്ലേ ആണായി നടക്കാൻ? ഒച്ച വെക്കാതെ മന്ത്രി, ആരെങ്കിലും കേൾക്കും. ഇവിടെ കണ്ടതും കേട്ടതും പുറത്ത് പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ ഓടടാ ഭീരു. എന്റെ ബലമായ സംശയം അവനൊരു മായാവിയാണെന്ന. ജാലവിദ്യകാരൻ. കാട്ടുജാതിയല്ലേ, അതും വശമുണ്ടാവും. പക്ഷേ അവന് നമ്മളെ അറിയില്ല. ഏയ് തിരുമേനി, ഇങ്ങോട്ട് വരിക. വൈദ്യരോ, റാണിക്കുള്ള മറ്റേ മരുന്ന് കൊടുക്കണ നിർത്തിയേ പിന്നെ താങ്കൾ എന്നെ മറന്നില്ലേ? പരാതി, പരിഭവം, തനിക്കെപ്പോഴും ഇത് തന്നെ. നിങ്ങൾ നമ്മുടെ സ്വന്തമല്ലേ. പിന്നെ വന്ന കാര്യം എന്താന്ന് വെച്ചാ, ഇതിൽ നിന്നും കുറച്ച് തുള്ളി എടുത്ത് ആ കാട്ടുചക്കന്റെ അല്ല മണികണ്ഠന്റെ പാൽക്കഞ്ഞിയിലിട്ട് കൊടുക്കണം. യോ, ഇല്ല, മണികണ്ഠന്റെ ഭക്ഷണത്തിലോ? ഭഗവാനെ, അത് മാത്രം പറയരുത്. ഈയടോ പരിപോ നമ്പൂരി, താൻ വിചാരിക്കും പോലെ ഇത് വിഷമല്ല. അശ്വനി ദേവന്മാരാണ് ഇത് മരുന്നാ. അല്ലാതെ കൊടുത്ത ആ കുസൃതി കുടിക്കില്ലാതാ. ഓ, അത് ശരി. കുട്ടിയോളെ മരുന്ന് കുടിപ്പിക്കാനുള്ള പഴയ വിദ്യ അല്ലേ? നോക്കാം. അങ്ങനെ വഴിക്കുക. ഞാൻ അല്പം ധൃതിയില്ല. മഹാറാണിക്ക് ഏത് നിമിഷവും ഒരു കുഞ്ഞു പിറക്കാം. അടിയൻ അതൊരു കുമാരനാണ്. ശംഭോ മഹാദേവ. മണികണ്ഠ, അനുജൻ വന്നതിൽ പിന്നെ കുമാരൻ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു പോകുന്നു. എന്തു ഭംഗിയാ ഇവനെ കാണാൻ. പ്രഭാത ഭക്ഷണം കഴിക്കാൻ മഹാരാജൻ കുമാരനെ കാത്തിരിക്കുന്നു. വന്നാലും. മന്ത്രി, താനും ഇരിക്കുക. എത്ര കാലമായി നാം ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട്? മന്ത്രിക്കിപ്പോ ഭക്ഷണ കാര്യത്തിലൊന്നും തീരെ താല്പര്യമില്ല അല്ലേ?
ചൂടാറുന്നതിന് മുമ്പ് വേഗം കുടിക്കാം അല്ലേ? തീർച്ചയായും. ഇന്നത്തെ പാൽക്കഞ്ഞിക്ക് പ്രത്യേക രുചിയായിരുന്നു. എന്ത്? ആ കൊടും വിഷം ഏറ്റില്ലെന്നോ? ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും കൊടിയ വിഷമാ. ഒരു തുള്ളി അധികം അവർ ആനയെ കൊല്ലാൻ, അതും നിമിഷങ്ങൾക്കകം. ഞാൻ പറഞ്ഞില്ലേ, അവൻ മായാവിയ. മന്ത്രവാദത്തെ മന്ത്രവാദം കൊണ്ടേ ഇല്ലാതാക്കാൻ പറ്റൂ. അങ്ങനെ ഓരോന്ന് ഈ ഉദയനന്റെ വഴിക്ക് വന്നു തുടങ്ങി. നിലയ്ക്കൽ ഗ്രാമം കീഴടക്കിയാൽ പിന്നെ പന്തളം മുതൽ കായംകുളം വരെയും, കായംകുളം മുതൽ അമ്പലപ്പുഴ വരെയും നമ്മുടെ വരുതിയിലാവും. പിന്നെ തിരുവിതാംകൂർ നിസ്സാരം. തലൈവാ, നമ്മ ചാർമാര് പന്തളത്തെ ചിലറുമായി ചങ്കാത്തം കൂടി കളിഞ്ഞു. പന്തളത്തിന്റെ കാര്യത്തിൽ തിടുക്കം കൂട്ടരുത്. നിലയ്ക്കൽ, റാന്നി, കോന്നി ഈ പ്രദേശങ്ങൾ കൈപ്പിടിയിലായാൽ പന്തളം ரொம்ப നിസ്സാരം. പിന്നെ പന്തളം രാജാവിന്റെ മൂക്ക് ചെത്തി ചില്ലുകൂട്ടിലിട്ട് വയ്ക്കണം. നിലയ്ക്കക്കാരങ്ങളുടെ ശക്തി കേന്ദ്രമാണ് നിലയ്ക്ക ക്ഷേത്രം. മുതല്ല തകർക്കണം. ആ ആരാധനാമൂർത്തിയാ അവന്മാരുടെ ശക്തി. എന്ത് ശക്തി? മറവപ്പടയുടെ കണക്ക് കൂട്ടൽ 1-2 തവണ തെറ്റിപ്പോയാച്ച്. അല്ലാതെ അവിടെ ഒരു ശക്തിയും മണ്ണാങ്കട്ടയുമില്ല. വിട്ടിട്ടം. തലൈവാ, അമ്പലം തകർക്കാനുള്ള ഉങ്ങളോட ആജ്ഞക്കായി മറവപ്പട കാത്തുകിட்டு இருக்காங்க. നമ്മുടെ ആൾക്കാർ അത്രയ്ക്ക് അക്ഷമരാണെങ്കിൽ ഈ രാത്രിയിൽ തന്നെ ആകട്ടെ. ജാഗ്രത. അപ്പടി ആകട്ടും തലൈവാ. കുമാരന് പുറപ്പെടാനുള്ള സമയമായി. ഗുരുനാഥന്റെ ആശ്രമത്തിലെത്തി മനസ്സിരുത്തി പഠിക്കണം. വിദ്യകൾ ഞാൻ പൂർണ്ണ മനസ്സോടെയും ഏകാഗ്രതയോടെയും ഹൃദയസ്ഥമാക്കും പിതാശ്രീ. പക്ഷേ കുമാര, എന്തു പറ്റി? എന്തെങ്കിലും? എന്റെ അനുജൻ രാജരാജയും മാതാശ്രീയും ഇങ്ങനെ കരഞ്ഞാൽ എനിക്ക് പോകാൻ തോന്നില്ല പിതാശ്രീ. രാജരാജ കുഞ്ഞാണ്, പക്ഷേ നമ്മുടെ റാണിയും എന്താ ഇങ്ങനെ? പ്രഭു, മണികണ്ഠനെ പിരിയാൻ ഈ ഉള്ളവൾക്കും മനസ്സില്ല. വിഷമിക്കാതെ മാതാശ്രീ, ഞാൻ പഠനം പൂർത്തിയാക്കി വേഗം എത്താം. മുഹൂർത്തം തെറ്റിക്കണ്ട. പുറപ്പെട്ടോളൂ കുമാര. എന്നെ കാണണ്ടപ്പോൾ മനസ്സിൽ ധ്യാനിച്ചാൽ മതി. ഞാൻ ഇവിടെ എത്താം. മകനെ മണികണ്ഠ. രാഹുൽ കാലത്തിന് മുമ്പ് പുറപ്പെടാം മഹാരാജൻ. സന്ധ്യാവന്ദനത്തിനും ഭവാനെ കണ്ടില്ല. മണികണ്ഠം പോയതോടെ കൊട്ടാരം ഉറങ്ങിയതുപോലെ മനസ്സിന് വല്ലാത്തൊരു ഭാരം. നാടും നാട്ടാരും ഈ ഉള്ളവളും ആ വ്യഥയിൽ തന്നെ. പ്രഭു, മണികണ്ഠൻ വന്നതിൽ പിന്നെ എന്തെല്ലാം ഭാഗ്യമാ നാടിനുണ്ടായത്. നമുക്കൊരു ഉണ്ണിയെ ലഭിച്ചു. ഉദയനൻ കൊല്ലിനോ കൊലയ്ക്കോ പിന്നെ ഈ വഴി വന്നിട്ടില്ല. പാടത്തും പറമ്പിലും 100 മേനി വിളവുണ്ടായി. ദാരിദ്ര്യവും രോഗങ്ങളും വഴിമാറി. നാനാദിക്കിലും സന്തോഷവും സമ്പൽ സമൃദ്ധിയും കളിയാടുന്നു. എല്ലാം ഹരിഹരന്റെ അനുഗ്രഹം. എങ്കിലും ഈ വേർപാട് താങ്ങാൻ പറ്റുന്നില്ല റാണി. ഇവിടെ നിൽക്കാം. ഉദയനന്റെ ചാരന്മാർ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്.
കാട്ടുകൊള്ളക്കാരനെങ്കിലും വാക്കുപാലിക്കുന്നവനാ ഉദയനൻ. ആ മായാവി ചക്കനെ ഇല്ലാതാക്കാൻ കരിമലക്കോട്ടയിൽ നിന്ന് ആഭിചാരവും കടുത്ത മായാവി വേലകളും അറിയാവുന്ന ആളെ അയച്ചു തരാമെന്ന ഉദയനൻ അറിയിച്ചിട്ടുള്ളത്. അയ്യോ ഓടിക്കോ, വരയേച്ചി, ചോര കുടിക്കുന്ന വരയേച്ചി. ഇതാ മണികണ്ഠന്റെ കളിയാ, ഓടിക്കോ വരയേച്ചി. പേടിത്തൊണ്ടന്മാരെ, പേടിച്ചോടണ്ട. ഞാൻ നിഹാരിയാണ്, കാശിയിൽ നിന്ന് ഉദയനൻ വരുത്തിയ മന്ത്രവാദിനി. ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ പേടിച്ചു പോയേനെ. ഞാൻ ചക്രപാണി, മഹാമന്ത്രി, കൊട്ടാരം വൈദ്യർ. നിങ്ങൾ എന്താ ഈ കഴുതപ്പുറത്ത്? കൊട്ടാരത്തിൽ ലക്ഷണമൊത്ത കുതിരകളില്ലെന്നുണ്ടോ? ഇത് ലക്ഷണമൊത്ത നല്ല ഒന്നാം തരം അറേബ്യൻ കുതിരകളാണ്. ഓഹോ, നിങ്ങൾ ധാരാളമാണ് ആ കാട്ടുചക്കനെ വകവരുത്താൻ. അവൻ എവിടെയാണ്? പറയൂ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമല്ലോ. അറിയാം. നിലയ്ക്കൽ നിന്ന് പടയാളികളെ ഇന്നലെ രാത്രി തന്നെ പിൻവലിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മണികണ്ഠ, മണികണ്ഠന്റെ പഠനം ഇന്ന് ആരംഭിക്കുകയാണ്. കുമാരനായി ഈ ഗുരുകുലത്തിൽ പ്രത്യേക ഇരിപ്പിടം സജ്ജമാക്കിയിട്ടുണ്ട്. ഉപവിഷ്ടനായാലും. ഗുരു, ഞാനൊരു സാധാരണ വിദ്യാർത്ഥി മാത്രമാണ്. ഞാൻ മറ്റു സഹപാഠികളോട് തിരുന്നോളാം. ഇതവിടുന്ന് നിഷേധമായി കരുതരുത്. കുമാരന്റെ ഇച്ഛ പോലെ. കുമാരൻ സാധാരണ വിദ്യാർത്ഥിയല്ല. ചന്ദന ശേഖരിക്കാനല്ലേ ഗുരുദേവൻ പറഞ്ഞത്? അതിനായി നാം ഉൾവനത്തിൽ പോകേണ്ടി വരും. അയ്യോ, ഞങ്ങൾക്ക് പേടിയാ. പുലിയുള്ള വനമാ. ഭാവിയിൽ പന്തളത്തെ പോരാളികളും പയറ്റുകാരും ആകേണ്ടവരാ നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെ പറയരുത്. ഞങ്ങൾ വരാം, കുമാരനുണ്ടെന്ന ധൈര്യത്തിൽ. മടങ്ങിപ്പോകാൻ. പോകാൻ. പേടിച്ചുപോയോ? മൃഗങ്ങൾ നല്ല അനുസരണശീലമുള്ളവരാ. പോകാൻ പറഞ്ഞു, പോയി. കൂട്ടുകാരെ, ഇതാണ് ചന്ദനം. ഉണങ്ങിയ കമ്പ് മാത്രമേ ഒടിക്കാവൂ. ശരി മണികണ്ഠ. രാമു എവിടെ? നമ്മുടെ കൂടെ ഇവിടെ വരെ ഉണ്ടായിരുന്നല്ലോ. ശരിയാ, എവിടെ അവൻ? നിങ്ങൾ ചുള്ളി ഒടിക്കുമ്പോഴേക്കും ഞാൻ എത്താം. രാമുവിനെ ഞാനൊന്ന് തിരയട്ടെ. വേണ്ട, പോ.
പുലി എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. വാ വേഗം പോകാം. അവർ ചുള്ളി ഒടിച്ചു കഴിഞ്ഞു. വേഗം. എന്താ സംഭവിച്ചത്? പുലി എവിടെ? വേഗം വാ. അതൊക്കെ പിന്നെ പറയാം. മന്ത്രി, കുമാരൻ 18 പുരാണവും ഉപനിഷത്തുകളും പഠിച്ചു കഴിഞ്ഞെന്ന്. ഇത്ര വേഗമോ? അസംഭവ്യം. അതേ മന്ത്രി, എല്ലാം പഠിച്ച ഒരാളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഉണ്ടായിരുന്നുള്ളൂ എന്നാ ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നത്. ഇതാ ഗുരുനാഥൻ അയച്ചത് വായിക്കൂ. ഇതെന്റെ സാരസ്വതകൃതത്തിന്റെ ശക്തിയാ. ഞാൻ എത്രയാ കുമാരന് കൊടുത്തിട്ടുള്ളത്? മണികണ്ഠന് നാളെ മുതൽ ധനുർവിദ്യ പഠിപ്പിച്ചു തുടങ്ങും. പിതാശ്രീ, കഴിഞ്ഞ രാത്രി ഒരു അത്ഭുതം ഉണ്ടായി. ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ ജ്യേഷ്ഠനെ മനസ്സിൽ ധ്യാനിച്ചു. എന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് ഉണർന്നു നോക്കിയപ്പോൾ ജ്യേഷ്ഠൻ എന്റെ അരികിലിരിക്കുന്നു. പിന്നെ വിളക്കണച്ച് പുതപ്പ് പുതപ്പിച്ച് അപ്രത്യക്ഷമായി. ഏയ് ചുമ്മാ സ്വപ്നം. ഞങ്ങൾ ഇറങ്ങട്ടെ മഹാരാജൻ. പാചകക്കാരനെ വിഷം തീണ്ടി വൈദ്യരുടെ ചികിത്സയില്ല. നീ കാരെയും തോറ്റെന്നാ തോന്നുന്നത്. ഞാൻ കേട്ടത് മണികണ്ഠന്റെ ഗുരു ജ്ഞാനത്തിൽ വസിഷ്ഠനും ധനുർവിദ്യയിൽ ദ്രോണരുമാണെന്നാ. എല്ലാ വാതിലുകളും അടയുകയാണോ? വിഷമിക്കണ്ട. അങ്ങനെ അടഞ്ഞാൽ നമ്മളത് ചവിട്ടി പൊളിക്കും. മനസ്സും മിഴിയും ലക്ഷ്യത്തിലൂന്നി അമ്പുകളെ മനസ്സാക്കി അയക്കുക. ലക്ഷ്യത്തിൽ തറയ്ക്കുന്ന മനസ്സാണ് ഉന്നം. ഓരോരുത്തരായി വരൂ. മണികണ്ഠ, മരപ്പക്ഷിയുടെ കണ്ണിൽ ഉന്നം വയ്ക്കൂ. അതിൽ മാത്രം ശ്രദ്ധയൂന്നു. ശരി ഗുരുനാഥ. ഉഗ്രൻ. ഇനി ദൂരം, വേഗം, ഉയരം, ഉന്നം. ഗഗനപഥങ്ങളിലുരുകി വിളങ്ങും മിന്നൽ പിണറുളിയോ, അലറിയണഞ്ഞൊരു കാറ്റിലുയർന്നു കുതിക്കും കടലലയോ, മിഴിച്ചിമ്മിടാതെ പദമൂന്നിടാതെ രണഭൂവിലീ വിധം ഇളകിയാടും ഈ ദേവബാലകൻ രുദ്രനാഗമോ. അടവികളിൽ നിന്നിടവപ്പാതിയിലൊഴുകിയ പുഴ പോലെ, ആയുധമേന്തിയ തരുണൻ താണ്ഡവ ശിവരൂപം പോലെ, കരവാളുമേന്തിയ വനസ്ത്രവേഗനായി സൂര്യനാളമായി പടരും ഇവിടെ നിന്നുതിരും അഗ്നിയോ താരകങ്ങളോ. ആരെയും പുണരും മാനസം നിർഭയം നിത്യനിരാമയം, ആമുഖം അർക്കമനോഹരം ആസുരം. ഹരിഹര ചൈതന്യം എന്നെന്നും അവനിൽ വസിക്കുന്നു. ദേവകൾ എന്നും എന്നെന്നും ഭാവുകമരുളുന്നു. മണികണ്ഠ, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ കുമാരന് ഓർമ്മപ്പെടുത്തി. ഇനി കളരിപ്പയറ്റിലെ ചില അടവുകളും മർമ്മവിദ്യയുമാണുള്ളത്. അത് പറഞ്ഞു തരാൻ യോഗ്യനായ ഗുരു ചേർത്തലയിലുള്ള ചീരപ്പൻ ചിറയിലെ കളരി ഗുരു കുറുപ്പാണ്. അങ്ങ് മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജ്ഞാനം ഊഹിക്കാവുന്നതേയുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ രാജഹിതം പോലെ കുമാരന് പന്തളം യുവരാജാവാകാം.
ഇടത് മാറി വലതൊഴിഞ്ഞ് വളഞ്ഞ്. ഏ കേശവ, ദൃഷ്ടി മുമ്പിലുള്ളവനിലല്ല, പുറകിൽ. നമസ്കാരം കുറുപ്പേ. ഇതാര്? ശ്രേഷ്ഠനായ ഗുരു ഗുരുനാഥനോ? എന്താ നമ്മുടെ കളരിയിലേക്ക്? കുറെ കാലമായല്ലോ കണ്ടിട്ട്. നമസ്കാരം. ഇതാരാ? വിദ്യാർത്ഥി. എല്ലാം തികഞ്ഞ ഒരു ഗുരുവിൽ നിന്നും പയറ്റു പഠിക്കാൻ വന്നതാ. ഗുരുനാഥന് പഠിപ്പിക്കാൻ കഴിയാത്ത എന്താ എന്റെ പക്കലുള്ളത്? തെക്കനും വടക്കനും മാത്രമല്ല, ഇവിടെ ചില അപൂർവ അടവുകളും ഉണ്ടല്ലോ, അത് പഠിക്കാനാ. ഇത് ചില്ലറക്കാരനല്ലെന്ന് കണ്ടാലറിയാം. ആരാ ഇത്? പറയാം. പയറ്റ് പഠിപ്പിക്കുമോ ഇവനെ? ദാ തുടങ്ങുകയായി. അയ്യപ്പ, തയ്യാറായിക്കൊള്ളുക. പിടിക്ക്, പയറ്റ്. നീടുമിടുക്കൻ. ഈ പരീക്ഷണത്തിൽ തോറ്റുമുറിഞ്ഞ് കൈരേഖ വീണവരാ ഇവിടത്തെ പോരാളികളെല്ലാം. അയ്യപ്പൻ സാധാരണനല്ല. തടുക്ക് തന്നെ താൻ. തിരിച്ചു പയറ്റ്. സബാഷ്. ഇതാണ് അയ്യപ്പന് കുറുപ്പിൽ നിന്ന് പഠിക്കാനുണ്ടായിരുന്നത്. ക്ഷമിക്കണം, ഇതൊരു തരം ചതിയാണ് ഞാൻ ചെയ്തത്. എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഇത്ര തേജസ്വിയായ ഒരാളെ ഞാൻ കാണുകയോ പറഞ്ഞു കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഈ ചതിക്കാനോട് പൊറുക്കണം. അങ്ങ് ആരാണ്? അയ്യപ്പൻ, പന്തളവാസൻ. അയ്യപ്പൻ, പന്തളം യുവരാജാവ്. കുമാര, എന്നോട് പൊറുക്കണമേ. ഗുരു ശിഷ്യനോട് മാപ്പ് ചോദിക്കുകയോ? അതും ബ്രഹ്മഹത്യാ പാപമാണ് ഗുരു. യുദ്ധത്തിന്റെ എല്ലാ തന്ത്രവും കുതന്ത്രവും പഠിക്കണം, പ്രയോഗിക്കാനല്ല. ശത്രു പ്രയോഗിക്കുമ്പോൾ തിരിച്ചറിയാൻ. കുറുപ്പിന്റെ പൂഴിക്കടകൻ വിദ്യ അയ്യപ്പൻ ഹൃദിസ്ഥമാക്കി കഴിഞ്ഞു. അടിയന്റെ മഹാഭാഗ്യം. കുമാരന്റെ പാദസ്പർശം ഈ കളരിക്ക് ലഭിച്ചല്ലോ. ഇനി മർമ്മവിദ്യയും നോക്കുമർമ്മവും കുറുപ്പ് അയ്യപ്പൻ ഉപദേശിക്കണം. എല്ലാം എന്റെ ഈശ്വരാനുഗ്രഹം. വന്ദനം മഹാറാണി. നമസ്കാരം. അടിയന് ചിലത് അറിഞ്ഞാൽ കൊള്ളാം. നിങ്ങൾക്കറിയാത്ത എന്താണ് നമുക്കറിയാവുന്നത്? അതെ, അടിയന്റെ സംശയ നിവൃത്തി റാണിക്ക് മാത്രമേ കഴിയൂ. അതിനുത്തരം നൽകാൻ റാണിക്കേ കഴിയൂ. മാതാശ്രീ, ചിത്രരചന കഴിഞ്ഞു. ഉദ്യാനത്തിൽ കുറെ പുതിയ ചിത്രശലഭങ്ങൾ വന്നിട്ടുണ്ട്. വേഗം വാ, കാണാം. അതെയോ? എന്താ അവയുടെ വർണ്ണം? ബാ, മാതാശ്രീ തന്നെ നോക്ക്. പൂക്കൾ ചിറക് വെച്ചതുപോലെ എന്ത് രസമാണെന്നോ. കുമാരൻ ചെല്ല്. അമ്മദാ ഇപ്പൊ എത്തി. വേഗം വാമ, അല്ലെങ്കിൽ അവ പോകും. ഇതാ എത്തി. മന്ത്രിയുടെ സംശയം ചോദിച്ചില്ല. മണികണ്ഠനെ ഇടവരജനായി വാഴിക്കാൻ പോകുന്ന കാര്യം മഹാറാണി അറിഞ്ഞാണുമല്ലോ. അറിഞ്ഞു. എന്തേ? ഞാൻ ഉദ്ദേശിച്ചത്, മഹാരാജൻ മഹാറാണിയോട് ആലോചിച്ച് തന്നെയാണോ ആ തീരുമാനമെടുത്തത്? അങ്ങനെ ഭരണകാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ എന്നോട് ആലോചിച്ചിട്ടല്ലല്ലോ കൈക്കൊള്ളുക. അത് മന്ത്രിയോടല്ലേ ആലോചിക്കുക. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. എന്നോട് ആലോചിച്ച ഞാനതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മണികണ്ഠൻ ദിവ്യനായ ഒരു കുഞ്ഞാണ്. അവൻ ഇളവരജനായാൽ എന്താണ് തെറ്റ്? നാട്ടുകാർക്കും അവൻ കണ്ണിലുണ്ണിയാണ്. പോരാത്തതിന് അതിസമർത്ഥനും. ഒക്കെ ശരിയാണ്. ദേ, ഇപ്പൊ ഓടിക്കളിച്ചു പോയ റാണിയുടെ ഉദരത്തിൽ പിറന്ന രാജരാജ ദിവ്യനല്ലെന്നുണ്ടോ? ആ കുഞ്ഞാ എന്റെ കണ്ണിൽ ദിവ്യൻ. എത്ര കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാ അവിടുത്തെ ഉദരത്തിൽ ആ കുമാരൻ പിറന്നത്. എനിക്ക് മനസ്സിലായില്ല മന്ത്രി. റാണി ഇത്ര പാവമായി പോയല്ലോ. കാട്ടിൽ കിടന്നവൻ ദിവ്യൻ, സ്വന്തം ഉദരത്തിൽ കിടന്നവൻ സാധാരണ. കഷ്ടം മഹാറാണി, കഷ്ടം. മണികണ്ഠനും രാജരാജയും എനിക്ക് ഒരുപോലെ തന്നെ. രണ്ടും എന്റെ കുഞ്ഞുങ്ങൾ. അത് മഹാറാണിയുടെ മഹാമനസ്കരം. പക്ഷേ നാളെ കാട്ടിൽ കിടന്നവൻ ഇളവരജനാകുമ്പോ സ്വന്തം ഉദരത്തിൽ പിറന്നവന്റെ ഗതി എന്താവുമെന്ന് റാണി ചിന്തിച്ചുവോ?
കിടന്നവനല്ല, നാട്ടിൽ ജനിച്ചവനാണ് ഇളവരജനാകേണ്ടത്. ഗുരുദേവ, എന്റെ ഗുരുകുല പഠനം പൂർത്തിയായ സ്ഥിതിക്ക് അങ്ങേക്ക് ഞാൻ എന്താണ് ഗുരുദക്ഷിണയായി തരേണ്ടത്? കുഞ്ഞേ, എന്തിന് പ്രത്യേകിച്ച് ഗുരുദക്ഷിണ? ഇതുപോലെയുള്ള ഒരു ശിഷ്യനെ കിട്ടിയത് തന്നെ എന്റെ മഹാഭാഗ്യം. അങ്ങ് വളരെ ഖിന്നനായി കാണപ്പെടുന്നു ഗുരുദേവ. ശിഷ്യരെ പിരിയുന്നത് ഗുരുശിഷ്യ ബന്ധത്തിൽ പതിവല്ലേ? പക്ഷേ അങ്ങേ മറ്റെന്തോ അലട്ടുന്നുണ്ട്. മനസ്സ് വായിക്കാൻ കഴിയുന്ന സ്വാമിയോട് ഞാനത് പറയണോ? മകനായ ഗുണനാഥന്റെ കാര്യമോർത്തല്ലേ ദുഃഖം? അതേ കുമാര, ഈ തെളിച്ച വിളക്ക് കാണാനോ നമ്മൾ പറഞ്ഞ വാക്കുകൾ കേൾക്കാനോ അവന് കഴിയില്ല. ദൈവനാമം ഉച്ചരിക്കാനും അവനാകില്ല. ഗുണനാഥ, ഇവിടെ വരൂ. വാ, അച്ഛൻ വിഷമിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങു വാ, അയ്യപ്പനാ വിളിക്കുന്നത്. ഇങ്ങു വാ, വരാൻ. ഉണ്ണി, കണ്ണു തുറക്കൂ. ദാ അച്ഛൻ. ഗുണനാഥൻ, വിളിക്കൂ. സ്വാമി അയ്യപ്പൻ, സ്വാമി അയ്യപ്പൻ. ഭഗവാനെ, ഞാൻ എന്താണ് ഈ കാണുന്നത്? സാക്ഷാൽ അവതാരമായ അങ്ങ് അടിയന്റെ ദുഃഖം മാറ്റിയിരിക്കുന്നു, അടിയനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ശിഷ്യൻ എത്ര വലിയവനാണെങ്കിലും അവന്റെ സ്ഥാനം ഗുരുവിന് താഴെ മാത്രമേ വരൂ. ഇതെല്ലാം അങ്ങയുടെ അനുഗ്രഹമാണ് ഗുരുസ്വാമി. മണികണ്ഠ, എന്തുപറ്റി പ്രിയേ? ചിന്താനിമഗ്നയായി കാണപ്പെടുന്നുവല്ലോ. ചോദിക്കാനെങ്കിലും തോന്നിയല്ലോ. പ്രഭോ, അങ്ങയ്ക്ക് രാജ്യകാര്യങ്ങളിലും മണികണ്ഠനിലുമല്ലേ ശ്രദ്ധ മുഴുവനും? എന്നെയും എന്റെ മകനെയും ആര് ശ്രദ്ധിക്കാൻ? ഗുരുകുല പഠനം പൂർത്തിയാക്കി മണികണ്ഠൻ ഇന്നെത്തും. പിന്നെ രാജ്യകാര്യങ്ങളെല്ലാം മണികണ്ഠൻ നോക്കും. ഈ ഉള്ളവന് റാണിയെയും ഈശ്വരനെയും ധ്യാനിച്ചു കഴിയാം. വളരെ നന്ദി. വേഗം വാ, ഏത് നിമിഷവും മണികണ്ഠൻ എത്തും. എത്ര കാലമായി കുമാരനെ ഒന്ന് കണ്ടിട്ട്. പ്രഭോ, അങ്ങ് പോയാലും എനിക്കെന്തോ നല്ല സുഖം തോന്നുന്നില്ല. എങ്കിൽ റാണി വിശ്രമിച്ചോളൂ, ഞാൻ കുമാരനെയും കൂട്ടി വരാം. മകനെ, മണികണ്ഠ. പിതാശ്രീ, നമ്മുടെ പ്രിയപ്പെട്ട കുമാരൻ എത്തിയോ? പ്രതീക്ഷിച്ചില്ല അല്ലേ? അല്ലല്ല, അറിഞ്ഞിരുന്നെങ്കിൽ വൻ സ്വീകരണം ഒരുക്കുമായിരുന്നല്ലോ ഞാൻ. അയ്യോ രാജാവേ രക്ഷിക്കണം! അയ്യോ രാജാവേ രക്ഷിക്കണം! അയ്യോ രാജാവേ രക്ഷിക്കണം! ഇത് മഹാദേവ ക്ഷേത്രത്തിലെ ആന ശങ്കരന്റെ പാപ്പാൻ. അതേ മഹാരാജൻ. രക്ഷിക്കണം പ്രഭോ! എന്തുപറ്റി? പറയൂ. നമ്മുടെ ശങ്കരൻ മതവിളകി ഓടി ക്ഷേത്ര പരിസരം ആകെ നശിപ്പിച്ചു. തളയ്ക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ആഹാ, അത്രയുള്ളോ? ഞാൻ ഇപ്പം ശങ്കരനെ തളയ്ക്കാം. അയ്യോ കുമാരാ, ശങ്കരൻ മതവിളകിയാൽ കൊടും ഭീകരനാ. പേടിക്കേണ്ട വേലു. മൃഗങ്ങൾ ചില മനുഷ്യരെക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാ, അല്ലേ മന്ത്രി? ഞാൻ എന്തായാലും ഒന്ന് ശ്രമിക്കാം. സൂക്ഷിക്കണം കുമാര. എന്താ ശങ്കര നീ കാണിക്കുന്നത്?
ആൾക്കാരെ മുഴുവൻ പേടിപ്പിച്ചതല്ലേ, ഒരു ശിക്ഷ ഇരിക്കട്ടെ. കുറുമ്പ നടക്ക് കൊട്ടാരത്തിലേക്ക്. അയ്യപ്പൻ നീണാൾ വാഴട്ടെ, മദഗജവാഹൻ അയ്യപ്പൻ നീണാൾ വാഴട്ടെ, മണികണ്ഠൻ കീ ജയ്, ഇളവരജൻ നീണാൾ വാഴട്ടെ, ഇളവരജൻ നീണാൾ വാഴട്ടെ. മണികണ്ഠൻ ക്ഷേത്രത്തിലെ കരിമരുന്നു പ്രയോഗത്തിൽ അവനൊന്നും ഭയന്നു, എന്നിട്ടൊന്ന് ഓടി, അത്രേയുള്ളൂ. അല്ലേടെ ശങ്കര? അവനും സമ്മതിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ശങ്കര ഒരു പാവം ആനയാ, ആർക്ക് വേണമെങ്കിലും തളയ്ക്കാമെന്ന്. മാതാശ്രീ എവിടെ? എന്തോ ഒരു അരിഷ്ടത. ഇപ്പോഴെങ്കിലും ഈ ഉള്ളവളെ തിരക്കാൻ തോന്നിയല്ലോ. മാതാശ്രീ അനുഗ്രഹിച്ചാലും. ജ്യേഷ്ഠ, എവിടുന്ന് കിട്ടി ഈ ആനയെ? ഗുരുകുലത്തിൽ നിന്നോ? എനിക്ക് തരുമോ ഇതിനെ? അനുജ, ഇവനെ അനുജന് വേണ്ടി കൊണ്ടുവന്നതാ, എടുത്തോളൂ. വേണ്ട വേണ്ട, ഇത് മതമിളകിയ ആനയാ, അപകടമാ. എനിക്ക് വേണം ഇതിനെ. വേണ്ടെന്നാ പറഞ്ഞത്, നിർബന്ധം പിടിക്കരുത്. വാ ഇവിടെ. മാതാശ്രീ, ആ ആന ഒന്നും ചെയ്യില്ല. ഞാൻ തീരുമാനിച്ചോളാം എന്ത് വേണമെന്ന്. കുമാരൻ ഇതിലൊന്നും ഇടപെടണ്ട. അതായിപ്പോ നന്നായി. കടക്കറ ഹള്ളിയിൽ നങ്കൂറമിടാൻ തോന്നിയതു നന്നായി. പടച്ച തമ്പുറാന്റെ കൃപയാൽ കപ്പൽ നിറഞ്ഞു. തകൃതിത്താൻ തോട്ടത്തിലേക്ക് മടങ്ങിപ്പോയാലോ? വേണ്ട, ഈ മുടലെല്ലാം ജമ്മിമാർ പാവങ്ങളിൽ നിന്നും പിടിച്ചു പറിച്ചതാണ്. നമുക്കിത് അവർക്ക് തന്നെ തീർച്ചു കൊടുക്കണം. അതിനുള്ള ഏർപ്പാട് ചെയ്യൂ. ഓ, ഭയങ്കരം തന്നെ. തകൃതിത്താനിൽ നിന്ന് വന്ന കടൽ കൊള്ളക്കാരൻ വാവർ കായംകുളം പ്രദേശത്ത് ഭീകരത സൃഷ്ടിക്കുന്നുവെന്ന്. കൊള്ളാം. ഞാൻ കേട്ടത് വേറെ ചില പേരുകളാണ്. ഹലിയാരെന്നോ ബേബറെന്നോ മറ്റോ. കടൽ കൊള്ളക്കാരനാ. മന്ത്രി അറിഞ്ഞിട്ടും നമ്മെ എന്താ അറിയിക്കാഞ്ഞത്? അത് പിന്നെ കായംകുളം തമ്പുരാൻ നമ്മുടെ ചിരപുരാതനമായ മിത്രമല്ലേ, നമുക്ക് അദ്ദേഹത്തെ സഹായിക്കണം. പിതാശ്രീ, ഞാൻ വാവരെ അമർച്ച ചെയ്താലോ? വേണ്ട കുമാര, പറഞ്ഞു കേട്ടിടത്തോളം വാവർ ആളൊരു ഭീകരനാ. അവനെ ഒറ്റയ്ക്ക് നേരിടാൻ കുമാരനാവുമോ? പഠിച്ചത് പ്രാവർത്തികമാക്കണ്ടേ? അനുഗ്രഹിച്ചാലും പിതാശ്രീ. മതമിളകിയ ആനയെ പോലെ അല്ല വാവർ. പഴക്കുല കാട്ടിയാലൊന്നും മെരുകില്ല കുമാര. മന്ത്രിയുടെ ഉപദേശമല്ല ചോദിച്ചത്, രാജാവിന്റെ അനുവാദമാണ്. നിർബന്ധമാണെങ്കിൽ പടയെ കൂട്ടിപ്പിക്കോളൂ. ഒറ്റയ്ക്ക് മതി പിതാശ്രീ. പട പന്തളം വെട്ടുന്ന ഉദയനൻ അറിഞ്ഞാൽ എന്താ ഉണ്ടാകുകയെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. ഉവ്, നമ്മുടെ പ്രധാന പയറ്റുകാരെയെങ്കിലും കുമാരൻ കൂടെ കൂട്ടണം. പിതാശ്രീ, സ്വസ്ഥമായിരിക്കാൻ കായംകുളം തമ്പുരാന് ഞാനൊരു ദൂതനെ അയക്കാം. നാം ഉടൻ പുറപ്പെടുകയായി. അങ്ങനെ ഒരു ദിവ്യത്വവും ഈ കാട്ടുചക്കനില്ല മഹാറാണി. അവൻ കാലെടുത്ത് വച്ചതും അശുഭലക്ഷണങ്ങൾ തുടങ്ങി. മഹാദേവ ക്ഷേത്രത്തിലെ ആനയ്ക്ക് മതമിളകി. തകർത്താൻ തോട്ടത്തിൽ നിന്ന് ഏതോ ഒരു കടൽ കൊള്ളക്കാരൻ വന്നു. ഉദയനനും വരും. ഇനി വൈകിക്കൂടാ. വൈകിയാൽ റാണിക്കും മകനും പന്തളം വിട്ടു പോകാം. എന്നാലും അവനെ ഞാൻ വളർത്തിയതല്ലേ, എന്റെ മകനെ പോലെ. അവനാ എട്ടും പൊട്ടും തിരിയാത്ത ഉണ്ണിക്ക് മതമിളകിയ ആനയെ കളിക്കാൻ കൊടുത്തത്. രാജരാജയെ കൊല്ലാനായിരുന്നു ആ കാട്ടുചക്കന്റെ തന്ത്രം. മന്ത്രി പറയുന്നത് പോലെ
ഞാൻ ചെയ്തെന്ന് വെക്കുക. രാജാവ് അറിഞ്ഞാൽ എന്താ നടക്കാന്ന് താങ്കൾക്കറിയാമല്ലോ. എന്റെ വൈദ്യരെ, ഇത് ഇരുചെവി അറിയാതെ നാം നടത്തുമെന്ന് പറ. ശ്ശേ, എന്താ ഇത്? മഹാറാണി, ഭയക്കുന്നവർക്കൊരിക്കലും ജയമുണ്ടാകില്ല. വാവർ കുമാരനെ വെറുതെ വിട്ടാൽ, അഥവാ വാവരെ വല്ല കൂടോത്രം ചെയ്ത് കീഴ്പ്പെടുത്തിയാൽ, ആ നിമിഷം കുമാരൻ പന്തളം ഇളവരജനല്ല, അരജനാക്കാൻ തന്നെയാ രാജാവിന്റെ പദ്ധതി. ദയവ് ചെയ്ത് ഇനി വൈകിക്കൂടാ. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആഴ്ച 2 വാവരുമില്ല, കപ്പലുമില്ല. നാം കടൽ തീരമാകെ റോന്ത് ചുറ്റുന്നുണ്ടെന്നറിഞ്ഞ് ഉൾക്കടലിലേക്ക് വാവർ വലിഞ്ഞതുമാകാം. ഞാൻ ചിലത് കാണുന്നുണ്ട്. അതെ, അത് വാവരുടെ പത്യമാര് തന്നെ. അത് അടുത്തടുത്ത് വരികയാണ്. ജാഗ്രത. ആ കറയിൽ നിന്ന് നമുക്കൊരു വെള്ളുവിളി. കപ്പലു കരക്ക് അടുപ്പിക്ക. ഹാവ്, ആറാണ് ഈ വില്ലാളി വീരൻ? തിരികെ പോകാം. പേറുത്തം ഇന്നോളം കാട്ടിയിട്ടില്ലാട്ട നാം ഇനി അത് കാട്ടുകയുമില്ല. അതും കൊള്ളാവുന്ന ഒരു എതിരാളി വെല്ലുവിളിക്കുമ്പോൾ. ഓടങ്ങൾ കടലിലിറക്കൂ, ജൽദി. എല്ലാവരെയും എഴുതി വീഴ്ത്തു. അവർ കരയ്ക്കെടുത്താൽ അപകടമാ. അത് നീതിയല്ല. ആരാണ് ഇത്ര വലിയ ധീരൻ? നമ്മുടെ കൊടിയും പാമറവും എഴുതുബീത്താൻ നിങ്ങളാണോ കടൽ കൊള്ളക്കാരൻ വാവർ? എടാ പയ്യ, ആണെങ്കിൽ എന്നാൽ ഞാനാണ് നിങ്ങളുടെ കൊടിമരം എഴുതി വീഴ്ത്തിയത്. വീറിട്ടും ദൂരത്തു നിന്നല്ല കാണിക്കേണ്ടത്. സീതയാനാ ചാഹിയെ. ഇനി ഒന്ന് കാണട്ടെ. തന്റെ ഇച്ഛ അനുസരിച്ച് കാണിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. വാക്കിനു മൂർച്ച ഉണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ഇവിടേക്ക് തൊടുക്കു പീറ ചൊറുക്ക. ചെറുക്കനല്ല, മണികണ്ഠൻ. ഓ, മണികണ്ഠൻ. ധാരാളം വീരകഥകൾ കേട്ടിരിക്കുന്നു. പക്ഷേ കണ്ടാൽ വെറും കുട്ടിയാണല്ലോ. എന്താണ് താങ്കൾക്ക് അറിയേണ്ടത്? വയസ്സോ പയറ്റ് വൈദഗ്ധ്യമോ? നിങ്ങളുടെ നേരെ ഞാൻ അമ്പെയില്ല. ആയുധമേന്തുന്നവന് നേരെ മാത്രം. ഞാൻ എന്ത് ആയുധമായി എടുക്കേണ്ടത്? വാളോ അതോ മാന്ത്രികമോ? എന്തും. അമ്പയ്യോ, കാണട്ടെ. അയ്യപ്പാ, ചങ്ങാടി, ഞാൻ പോകാത്ത നാടില്ല, പയറ്റാത്ത അടവില്ല. പക്ഷെ ഇതുപോലെ കഴിവുള്ള ഒരുവനെ കാണുന്നത് ആദ്യമായിട്ടാണ്. വാവരെ, താങ്കളെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ പോരിനിറങ്ങിയത്. അതാണ് പടയില്ലാതെ നേർക്ക് നേരെ ആവട്ടെ എന്ന് കരുതിയത്. ബോംബെയിലുള്ളതോ അസാധാരണ പോരാളി ആണെന്ന് മനസ്സിലായത് കൊണ്ടാ പടയാളികളെ നാനും ഒഴിവാക്കിയത്. പടയ്ക്കു പള്ളം വരുന്നതൊന്നും ബാബർ കൈക്കൊള്ളാറില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുവൻ എങ്ങനെ കടൽ കൊള്ളക്കാരനായി? ഉള്ളവന്റെ എടുത്തു ഇല്ലാത്തവന് കൊടുക്കുന്നത് കൊള്ളയാണോ? ഉള്ളവർ വിരളവും ഇല്ലാത്തവർ അധികവുമാണ് ദുനിയാവിൽ. മറ്റൊരുവന്റെ മുതലെടുക്കാതെ ഉള്ളവൻ സ്വയം അറിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുകയല്ലേ വേണ്ടത്?
ഉള്ളവന് ആ ചിന്ത വാറില്ലല്ലോ. അവന് മറ്റുള്ളവരുടെ മുടിച്ച് ഉള്ളിട്ട് ഏറിക്കണമെന്നല്ലേ വിചാരമുള്ളൂ. രാത്രിയുടെ മറവിലെടുക്കാതെ ഉള്ളവനെ കൊണ്ട് അവരുടെ മനസ്സാൽ കുടിപ്പിക്കുന്നതല്ലേ നല്ലത്? അങ്ങനെ കാത്തിരുന്നാൽ ലോകാവസാനം വരെ കാത്തിരിക്കാം. ഉള്ളവന് ഇല്ലാത്തതായി അങ്ങനെ ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ. രണ്ടുമുള്ള ഒരാളെ കാട്ടിത്തന്നാലോ? സർവശക്തനായ പടച്ച തമ്പുരാൻ സാക്ഷിയാണ്. നാനും എന്റെ കൂട്ടരും ഈ പണി നിർത്തും. ഉറപ്പ്? പടച്ചവനെ പിടിച്ചാണ് ആണയിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്തുമുള്ളൂ. തത്വമസി. അഥാറ ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. ഇത് ഉപനിഷത്തിലുള്ള വാക്കാണ്, പേരല്ല. അർത്ഥം? അത് നീയാകുന്നു. അരുണ ഋഷി ശ്വേതകേതുവിനോട് പറഞ്ഞതാണ് തത്വമസി. അതായത് ഉള്ളവനായിട്ടും പാവങ്ങൾക്ക് മനസ്സറിഞ്ഞു നൽകുന്നവനാ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാനായ വാവർ. മണികണ്ഠ, അയ്യപ്പ സ്വാമി, നീ എൻ്റെ കണ്ണുട്ടുറപ്പിച്ചു. നമസ്കരിക്കാൻ ഞാൻ ഗുരുവല്ല, വാവരുടെ തോഴനാണ്, പ്രിയ തോഴൻ. ഇത്രയും ജ്ഞാനിയായ ഒരാളെ ഗുരുവായി കരുതുന്നത് തെറ്റാണോ? വാവരുടെ ഗുരുവാകാൻ മാത്രം നാം വളർന്നിട്ടില്ല, പ്രായം കൊണ്ടും പരിചയം കൊണ്ടും. ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഞാൻ എൻ്റെ മാർഗം മാറിയാൽ ശിഷ്യനായി സ്വീകരിക്കുമോ? എനിക്ക് ഒരു മതമേ അറിയൂ, മനുഷ്യൻ. വാവരിൽ മാറേണ്ടതായി ഞാൻ ഒരു മാർഗം മാത്രമേ കാണുന്നുള്ളൂ. അത് താങ്കളുടെ തൊഴിലാണ്. ഇത്ര വലിയവനായ ആളെ ചങ്ങാതി ആയി കിട്ടിയതിൽ ഞാൻ എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാ. ഞാൻ ഇന്ന് ജ്ഞാനത്തിന്റെ വെളിച്ചം കണ്ടു, അല്ലാഹുവിന്റെ മഹത്വവും. അയ്യപ്പൻ നീണാൾ വാഴട്ടെ, അയ്യപ്പൻ നീണാൾ വാഴട്ടെ, വാവർ നീണാൾ വാഴട്ടെ, വാവർ നീണാൾ വാഴട്ടെ. മന്ത്രി, നമ്മുടെ ചാരന്മാരിത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെ. സത്യമായും അവരറിഞ്ഞില്ല പ്രഭു. നിലയ്ക്കൽ ഗ്രാമം കീഴടക്കുക മാത്രമല്ല, അവിടെ ആകെ നാശം വിതയ്ക്കുകയും ചെയ്തിരിക്കുന്നു ആ ഉദയനൻ. എന്നാലും ഞാനിതറിഞ്ഞില്ലല്ലോ. അങ്ങിതെങ്ങനെ? തിന്നുന്ന ചോറിന് കൂറുള്ളവർ ഇപ്പോഴും ഉണ്ടെന്ന് കൂട്ടിക്കോ. കായംകുളത്ത് നിന്ന് കുമാരൻ തിരിച്ചെത്തട്ടെ. ഉദയനന്റെ കാര്യവും രാജപദവിയും ഞാൻ മണികണ്ഠനെ ഏൽപ്പിക്കും. പിതാശ്രീ. അസ്സലാമു അലൈക്കും. ഇതാണ് വാവർ. അമ്പലപ്പുഴ മുതൽ കായംകുളം വരെയും അവിടുന്ന് മാവേലിക്കര കഴിഞ്ഞ അച്ഛൻ കോവിലാറിന്റെ തീരമായ വെട്ടിയാറ് വരെയും ജനങ്ങളെ വിറപ്പിച്ച വാവർ. ഇപ്പോ നമ്മുടെ ഒറ്റ മിത്രം. ഇത് ഞാൻ പറയണ്ടല്ലോ, ഞങ്ങളുടെ ബുദ്ധിരാക്ഷസനായ മന്ത്രി. കുമാര, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ഉദയനന്റെ കാര്യമല്ലേ, ഞാൻ അറിഞ്ഞു. പിന്നെ ഭരണകാര്യം, അതിന് അവിടുന്ന് കുറച്ച് സമയം കൂടി തരണം പിതാശ്രീ. മകനെ, അമാന്തം വേണ്ട. ശരി പിതാശ്രീ. കരിമല കോട്ടയിലെത്തിയാൽ പിന്നെ എല്ലാം എളുപ്പം. ഈ യുദ്ധം വെറുതെ ജയിക്കാനോ ഉദയനനെ വധിക്കാനോ മാത്രമല്ല, പരദേവതയുടെ പ്രതിഷ്ഠ പുനഃസ്ഥാപിക്കാനും കൂടിയാണ്. അതിനാൽ ഓരോരുത്തരും ചില നിഷ്ഠകൾ പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ നീക്കത്തിലും സഹായിക്കാൻ പോളച്ചിറക്കിലെ മുതലാളി വറീദും ചങ്ങാതി വാവരും ഉണ്ടാകും. ഇസ്ലാം വിശ്വാസിയായ നാം സഹോദരനായി നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. എറുമേലി തൊട്ടു കരിമല വരെ പേട്ട കെട്ടി സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നതാണ്. കൂടാതെ അറബി പേർഷ്യൻ യോദ്ധാക്കളെയും സജ്ജരാക്കിയിട്ടുണ്ട്. മണികണ്ഠന്റെ അനുഗ്രഹത്താൽ വിജയം നമുക്ക് തന്നെ, ഇൻഷാ അല്ലാഹ്. കായിക ശക്തി മാത്രം പോരാ വനത്തിൽ പോരാടാൻ, മനഃശക്തിയും വേണം. അതിനായി 41 ദിവസത്തെ കഠിന പരിശീലനം ആവശ്യമാണ്. മദ്യം, മാംസം, മാനിനി തുടങ്ങിയവ ഒഴിവാക്കി ബ്രഹ്മചര്യം സ്വീകരിച്ച് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കി ശക്തമാക്കുക. വിജയം നമ്മുടേതാണ്. മണികണ്ഠൻ നീണാൾ വാഴട്ടെ, മണികണ്ഠൻ നീണാൾ വാഴട്ടെ, മണികണ്ഠൻ നീണാൾ വാഴട്ടെ. ഇനിയുള്ള നാളുകളിൽ നാം ഒന്നാണ്. ജാതിയും മതവും
ഒന്നാണ്. നാം ഓരോരുത്തരും സ്വാമി എന്നറിയപ്പെടും. നമുക്ക് മറ്റു പേരുകളില്ല, ഊരുമില്ല. സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം. ചാമിച്ചാരണം കണ്ട കെട്ട ജാതിക്കാരെല്ലാം കൊട്ടാരത്തിൽ കയറ്റി അവന്റെ ചാമിച്ചാരണം. അവസാന കളിക്ക് ഇനി വൈകിക്കൂടാ. മണികണ്ഠനെ ഇല്ലാതാക്കാൻ ഇനി വൈകിക്കൂടാ. നമ്മെ തുരത്താൻ കണ്ട 4 വേദക്കാരെയും നസ്രാണിയെയും കൊട്ടാരത്തിൽ കയറ്റിയിരിക്കുക. വാവര തുരത്താൻ പോയവൻ തോളിൽ കൈയിട്ട് തിരിച്ചെത്തി. ഇനി ഉദയനനെ അമ്മാവനാക്കിയാവും കൊണ്ടുവരിക. രാജ്യത്തിന്റെയും റാണിയുടെയും ഗതി ആലോചിക്കുമ്പോഴാ അടിയന് ഉദയനൻ വക വരുത്തിയാലും ഇല്ലെങ്കിലും നമ്മൾ ചില പൊടിക്കൈകൾ ചെയ്തേ തീരൂ. മരുന്നും മന്ത്രവും പരിക്കാത്തിടത്ത് തന്ത്രം. ആ തന്ത്രം മാത്രം പറഞ്ഞാ മതി. കഴിഞ്ഞ 10-38 ദിവസമായി പന്തളം പടപ്പുറപ്പാടിലായിരുന്നെന്ന് നാം അറിഞ്ഞില്ലല്ലോ. പന്തളത്തും റാന്നിയിലും ഏറ്റുമാനൂരും നമ്മുടെ കാശ് പറ്റുന്ന ശുംഭന്മാർ ഇതറിഞ്ഞില്ലേ? ചാരന്മാരെന്ന് സംശയിക്കുന്ന എല്ലാവരെയും വാവറോട് ആൾക്കാർ തടവിലാക്കി. ഏതു നിമിഷവും ഒരാക്രമണം പ്രതീക്ഷിക്കാം. വന്നാൽ ഒരെണ്ണവും ജീവനോടെ പോകരുത്. അമ്മൻ തുണൈ. എത്തന മരമുണ്ടോ വനത്തിൽ അത്തനയും ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കോട്ടയ്ക്ക് കാവലായി. ഒരു ദയയും കാട്ടരുത്. ഇതവന്മാരുടെ അവസാനത്തെ യുദ്ധമാവണം. പുരിഞ്ചിത. ആകാശത്ത് ശുഭസൂചകമായി കൃഷ്ണപരുന്ത് വട്ടമിട്ട് പറക്കുന്നു. നമ്മുടെ വ്രതശുദ്ധിയെ ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. പോരാളികളെ തയ്യാറാക്കുക. ഉദയനൻ അടിയറവ് പറയാൻ പോകുന്നു. ഇനി പോരാട്ട ദിനങ്ങൾ. 4 ദിക്കിലായി പിരിഞ്ഞ് പടവെട്ടി മുന്നേറുക. സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം. ഉദയന, പാവങ്ങളുടെ രക്തം ചീന്താതെ കീഴടങ്ങി പന്തളം രാജ്യത്തിന്റെ നിയമം പാലിച്ച് ജീവിക്കുക. കൊല്ലരുത് ഭഗവാനെ, കൊല്ലരുത്. നിയമവിധേയനായി ഞാൻ കീഴടങ്ങാം. വഞ്ചക സ്വാമി, ഇവനെ എനിക്ക് വിട്ടുട്ട. അനാവശ്യമായി എത്രയോ ചോര ചീന്തിയിട്ടുള്ളവനാണ് ഞാൻ.
ഒരെണ്ണം നല്ലതിനു വേണ്ടി ചെയ്യട്ടെ. വാവർ, മുറിവിൽ പച്ചമരുന്ന് വെച്ച് കിട്ടു. വേഗം, രക്തം പോകാതെ നോക്കണം. വാവരുടെ സ്നേഹം എക്കാലവും ഓർക്കപ്പെടും. കരിമല കോട്ട ഞങ്ങൾ കത്തിച്ച് ചാമ്പലാക്കി. ഉദയനെയും അഗ്നിക്ക് നൽകാം. നാം ഈ യുദ്ധം വിജയിച്ചിരിക്കുന്നു. നിലയ്ക്കലെ പ്രതിഷ്ഠയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. നാരായണ 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 നാരായണ. അതിവിടെ വേണ്ട മുനിവര. ഇവിടെ നാരായണനും നാരായണിയും ഞാനാണ്. ഓഹോ, ക്ഷമിക്കണം, ശീലക്കേട് കൊണ്ട് പറഞ്ഞു പോയതാണേ. മനുഷ്യരെല്ലാം പാടിപ്പുകഴ്ത്തുന്ന ദേവന്മാരെ കാണാനേ ഇല്ലല്ലോ. യുദ്ധം ചെയ്യാൻ കൈതരിക്കുന്നു. 3 ലോകവും കീഴടക്കി കഴിയുന്ന മഹിഷിയുമായി യുദ്ധം ചെയ്യാൻ ആരുണ്ട്? അത് സത്യം. നാം ചിലത് കേൾക്കുന്നു. എന്താ, ദേവന്മാർ വീണ്ടും പടകൂട്ടുന്നോ? ഇല്ലില്ല, ഭൂമിയിൽ ഒരുത്തൻ മഹിഷിയെ വെല്ലുവിളിക്കുന്നെന്ന് കേൾക്കുന്നു. അതും മഹിഷിയുടെ വിഹാരഭൂമിയായ ശബരീവനത്തിൽ. എന്താ? നേരം പോക്ക് നിർത്ത് നാരദരെ. നേരം പോക്കല്ല, നാരായണനാണ് സത്യം. ഓ ക്ഷമിക്കണം, മഹിഷിയാണ്. എങ്കിൽ അതെനിക്കൊന്ന് കാണണം. ഞാനിപ്പോ മരിക്കും. കൃഷ്ണ, രക്ഷിക്കൂ. എന്താ വൈദ്യരെ, ഇതിന് പ്രതിവിധി ഇല്ലെന്നുണ്ടോ? മാർഗം ഇല്ലെന്നല്ല, ഒരൊറ്റമൂലിയുണ്ട്. പക്ഷേ അത്ര വേഗം കിട്ടാവുന്ന ഒന്നല്ല അത്. ലോകത്തെവിടെയുണ്ടെങ്കിലും നമുക്കത് വരുത്താം. ഈറ്റപ്പുലിയുടെ പാലാണ് വേണ്ടത്. നാഴൂരി പാല് വേണം. അതിൽ ചില ഭസ്മങ്ങളും ഗുളികകളും അരച്ചു കൊടുത്താൽ പിടിച്ചു നിർത്തിയതുപോലെ ഈ സൂക്കെഴുന്നേൽക്കും. ശിവ ശിവ, ഇതെന്ത് മരുന്നാണ്? പുലിപ്പാലോ? ഭയന്നുപോയോ? പുലിപ്പാൽ, അതും കറന്ന പടി. ഈ പ്രയോഗം എങ്ങും കേട്ടിട്ടില്ല. കാണാത്ത രോഗത്തിന് കേൾക്കാത്ത മരുന്ന്. തിരുവുള്ളക്കേട് തോന്നരുത്. കുമാരൻ അസ്ത്രവിദ്യയും വേദോപനിഷത്തുക്കളുമല്ലേ പഠിച്ചിട്ടുള്ളൂ. ഞാനല്ലേ വൈദ്യം പഠിച്ചത്. ശാസ്ത്രത്തെ ചോദ്യം ചെയ്യാതെ അമ്മയോട് തരുമ്പെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ മരുന്ന് കൊണ്ടുവാ കുമാരാ. സമയം അതിക്രമിച്ചാൽ പിന്നെ ഇതിലും നിൽക്കാതെ വരും. കൊണ്ടുവരാം. ഞാൻ പുറപ്പെടുകയായി. വാവരെയോ പടനായകനെയോ കൂടെ കൂട്ടിക്കോളൂ. വേണ്ട, അവർ വിശ്രമിക്കട്ടെ. തന്നെയുമല്ല, എല്ലാവരെയും കൂട്ടിപ്പോയാൽ ഉദ്ദേശം നടക്കില്ല. അല്ലേ മന്ത്രി? അതെ, പുലി ഭയന്ന് ഓടിപ്പോകും. വൈദ്യരെ, മറ്റു ചേരുവകൾ തയ്യാറാക്കൂ. ഞാൻ ഇതാ എത്തി. പുലികൾ വനത്തിന്റെ ഉള്ളിൽ പുൽക്കാടുകളിലാവും. ആരാണ് നീ? ഞാനാണ് അയ്യപ്പൻ. മായാശക്തിയാൽ അഹങ്കരിക്കാതെ നേർക്കുനേർ വരൂ. ഇത് ഭീരുത്വമാണ്.
ദേവലോക റാണിയായ മഹിഷിയെ ഭീരു എന്ന് വിളിക്കാൻ മാത്രം നീ ആയോ? നിന്റെ വിരിഞ്ഞ മാറും വിടർന്ന മനോഹര നയനങ്ങളും എന്നിൽ ചില കൽപ്പനകൾ വളർത്തുന്നു. എന്റെ ഭർത്തൃപദം നിനക്ക് നൽകട്ടെ നാഥ. നിന്ദ്യമായ ആ പദവി നാം ആഗ്രഹിക്കുന്നില്ല. അധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മം പുനഃസ്ഥാപിക്കുകയാണ് എന്റെ അവതാര ഉദ്ദേശം. അതിനായി നിന്നെ ഇല്ലാതാക്കാനാണ് നാം വന്നിട്ടുള്ളത്. അപ്പൊ കേട്ടത് ശരിയാ. നമ്മെ വധിക്കാൻ ഇറങ്ങിയ വീട്ടിൽ കാണട്ടെ നിന്റെ ശക്തി. കലിക വരദ പൂജ നഗസ്യേതി വാസം അമര നിവഹ ഭക്ത ചമോക്ഷേതി ചക്ര ഹലിതവേദമഖിലം മുഖസ്യേതി കരുണം ഉപലധവളയുക്ത നീലവസനാവിരാജേ അഖിലലോക ശരണം പ്രഭാതീതി നാദം അസുരലോക ഹന്തു സമിന്ദ്രേ വിസേവ്യം ദിശിചര്യം സമാന വ്യോമഗാത്ര അതുല ഭാവജാം ഗിരീശ രൂപ ഭാവവർണ്ണതം ദിശിചര്യം സമാന വ്യോമഗാത്ര അതുല ഭാവജാം ഗിരീശ രൂപ ഭാവവർണ്ണതം ഹരിതവേദമഖിലം മുഖസ്യേതി കരുണം ഉപലധവളയുക്ത നീലവസനാവിരാജേ അഖിലലോക ശരണം പ്രഭാതീതി നാദം അസുരലോക ഹന്തു സമിന്ദ്രേ വിസേവ്യം നഗസ്യേതി വാസം അമര നിവഹ ഭക്ത ചമോക്ഷേതി ചക്ര ഹലിതവേദമഖിലം മുഖസ്യേതി കരുണം ഉപലധവളയുക്ത നീലവസനാവിരാജേ അഖിലലോക ശരണം പ്രഭാതീതി നാദം അസുരലോക ഹന്തു തമിന്ദ്രേ വിസേവ്യം ദിശിചര്യം സമാന വ്യോമഗാത്ര അതുല ഭാവജാം ഗിരീശ രൂപ ഭാവവർണ്ണതം ദിശിചര്യം സമാന വ്യോമഗാത്ര അതുല ഭാവജാം. ഭഗവാൻ അവിടുത്തെ മഹാകാരുണ്യം കൊണ്ട് എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു. എന്നെ അവിടുത്തെ പട്ടമഹിഷിയെ സ്വീകരിച്ചാലും. ദേവി നിർമ്മലെ, നീ എൻ്റെ ശക്തി തന്നെ. ഈ ജന്മം ബ്രഹ്മചാരിത്വം അവലംബിച്ചിരിക്കുന്നതിനാൽ എൻ്റെ സഹോദരീഭാവത്തിൽ ദേവപൂജിതയായി വാമഭാഗത്ത് കുടികൊണ്ടാലും. അവിടുത്തെ അനുഗ്രഹം പോലെ. പുത്ര, നീ അവതാരോദ്ദേശം പൂർത്തീകരിച്ചിരിക്കുന്നു. ശബരിക്ക് സായുജ്യം നൽകി പന്തളം കൊട്ടാരത്തിലേക്ക് മടങ്ങിയാലും അതിനുശേഷം ശബരിമലയിൽ ഈ ക്ഷേത്രം പണികഴിപ്പിച്ച് ചൈതന്യമായി കലിയുഗവരതനായി അവിടെ നിലകൊണ്ടാലും അശരണർക്ക് ശരണമേകി പൊന്നമ്പലം വീട്ടിൽ കഴിഞ്ഞാലും. പുത്ര, ദേവസ്ത്രീകൾ പെൺപുലിയായും ദേവന്മാർ അവരുടെ കുട്ടികളായും ദേവേന്ദ്രൻ വ്യാഘ്രമായും വന്ന് നിനക്ക് വാഹനമാകും.
പ്രഭു, അവിടുത്തെ ആജ്ഞ ഞാനിത് നിറവേറ്റിയിരിക്കുന്നു. വേഗം പാൽ കറന്നെടുക്കാൻ വൈദ്യരോട് കൽപ്പിച്ചാലും. ഭഗവാനെ, വർഷങ്ങൾക്ക് മുമ്പ് പമ്പാതീരത്ത് വെച്ച് കേട്ടത് ഞാൻ ഓർക്കുന്നു. സാക്ഷാൽ ഭഗവാനായ അങ്ങ് അടിയങ്ങളോട് പുറത്ത് രാജസിംഹാസനം ഏറ്റെടുത്താലും ഭഗവാൻ കാട്ടിൽ പോയ രാത്രി തന്നെ റാണി സുഖം പ്രാപിച്ചു. മന്ത്രിയുടെയും വൈദ്യരുടെയും കള്ളി വെളിച്ചത്തായി ഈ പാപികളോട് അങ്ങ് സദയം ക്ഷമിക്കൂ. ഇവറ്റകളെ ഇവിടുന്ന് പറഞ്ഞയച്ചാലും. അരുത് പിതാശ്രീ, സംഭവിച്ചതെല്ലാം ദൈവഹിതത്താലാണ്. അതിനാൽ തന്നെ അങ്ങ് വിചാരിക്കുന്നത് പോലെ പാപമൊന്നും ചെയ്തിട്ടില്ല. ദേവ, അവിടുത്തെ ഇച്ഛ അറിയിച്ചാലും. ദയവായി രാജ്യവും സിംഹാസനവും എൻ്റെ പ്രിയ സഹോദരൻ രാജരാജയ്ക്ക് കൈമാറിയാലും. എൻ്റെ അവതാരോദ്ദേശ്യം പൂർത്തിയായിരിക്കുന്നു. ഞാൻ അയക്കുന്ന അമ്പ് പതിക്കുന്നിടത്ത് എനിക്കായി ഒരു ക്ഷേത്രം പണിതീർത്താലും. ക്ഷേത്രമോ? അതേ പിതാശ്രീ. പമ്പയിൽ മുങ്ങിക്കുളിച്ച് ആരെല്ലാം ദർശനം നടത്തുന്നുവോ അവരുടെ സകല പാപങ്ങൾക്കും ദുഃഖദുരിതങ്ങൾക്കും നിവൃത്തിയാകും. സദാനന്ദം സർവഭൂത ദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ സ്തുഭ്യം നമോ നമഃ. ഭൂതനാഥ സദാനന്ദം സർവഭൂത ദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ സ്തുഭ്യം നമോ നമഃ. ഭൂതനാഥ സദാനന്ദം സ്വാമിയേ ശരണമയ്യപ്പ. പാപത്തിന്റെ ഫലം മന്ത്രിക്കും വൈദ്യർക്കും ലഭിച്ചു. മഹാരോഗികളായി മാറിയ അവർ പമ്പയിൽ കുളിച്ച് ഭഗവാനെ ശബരിമലയിൽ ദർശിച്ച് തങ്ങളുടെ പാപത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും മുക്തരായി. യുഗങ്ങൾ എത്ര കഴിഞ്ഞിട്ടും കലിയുഗവരതനായ അയ്യപ്പൻ ശബരിമലയിൽ അശരണർക്ക് ശരണമേകി കുടികൊള്ളുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.